ഓക്കെ, അപ്പൊ നമുക്ക് ഹൊറിക്കൽ എന്ന് പറയുന്ന +2 ഇംഗ്ലീഷിലെ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹൊറിഗല്ലു എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഹൊറിഗല്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിഗല്ലു ലിറ്ററലി മീൻസ് എന്താ പറയാ, ഒരു സ്റ്റോൺ ബെഞ്ച് ആണ്. ഹൊറിഗല്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോൺ ബെഞ്ച് ആണ്. സ്റ്റോൺ ബെഞ്ച് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഇടയ്ക്ക് ഇരിക്കാനും പരസ്പരം സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരു പറയാ, മരത്തിന്റെ ചുവട്ടിലൊക്കെ നമ്മൾ കാണില്ലേ, ഈ വെയിറ്റിംഗ് ഷെഡിലൊക്കെ കാണുന്നില്ലേ, അതേപോലുള്ളൊരു സ്റ്റോൺ ബെഞ്ചിനെയാണ് നമ്മൾ ഹൊറിഗല്ലു എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ ചാപ്റ്ററിന് സുധാമൂർത്തി എന്ന് പറയുന്ന എഴുത്തുകാരി ഹൊറിഗല്ലു എന്ന് പേരിട്ടത്? നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം അല്ലെ. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് സുധാമൂർത്തിനെ കുറിച്ചൊന്ന് പറയാം. സുധാമൂർത്തി എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ റൈറ്ററാണ്. കർണാടകയിലാണ് അവർ ജനിച്ചിട്ടുള്ളത്. കന്നഡയിലും ഇംഗ്ലീഷിലും അവരെന്ത് ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ട്. അതേപോലെ തന്നെ അവരെന്താണ് ഒരു ബേസിക്കലി അവരെന്താണ് ഒരു ടീച്ചറാണ്. കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പറയുന്ന കഥ, നമ്മുടെ ഹൊറിഗല്ലു എന്ന് പറയുന്ന ഒരു സ്റ്റോറി ഒരു അനക്ഡോട്ട് ആണ്. അനക്ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, നടന്നൊരു സംഭവത്തിനെ അത്ഭുതമാക്കിയിട്ട് അവർ എഴുതിയിട്ടുള്ള ഒരു കഥയാണ് എന്തെന്ന് പറയുന്നത്, ഒരു അനക്ഡോട്ട് ആണ് എന്തെന്ന് പറയുന്നത് ഹൊറിഗല്ലു എന്ന് പറയുന്നത്. ഹൊറിഗല്ലു എന്ന് പറയുന്നത് ഒരു ദ ഓൾഡ് മാൻ ആൻഡ് ഹിസ് ഗോഡ് ഡിസ്കവറിംഗ് ദ സ്പിരിറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഹൊറിഗല്ലു എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഹൊറിഗല്ലു എന്ന ചാപ്റ്റർ സുധാമൂർത്തിയാണ് എഴുതിയിട്ടുള്ളത്. നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, summer days remind me of my childhood in little village. എന്താണ്, ഹോട്ട് സമ്മർ ഡേയ്സ് റിമൈൻഡ് മീ ഓഫ് മൈ ചൈൽഡ്ഹുഡ് ഇൻ എ ലിറ്റിൽ വില്ലേജ്. അതായത് ചൂടുള്ള സമ്മർ ഡേയ്സ് എന്നെ എൻ്റെ ചൈൽഡ്ഹുഡിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. അതായത് അവര് ജീവിച്ചിരുന്നത്, അവരുടെ ചെറുപ്പകാലം അവർ ജീവിച്ചിരുന്നത് വില്ലേജിലായിരുന്നു, ഒരു ഗ്രാമത്തിലായിരുന്നു, ചെറിയൊരു ഗ്രാമത്തിലായിരുന്നു. ആ ഗ്രാമത്തിലേക്ക് അവരുടെ ചിന്തകളെ കൊണ്ടുപോകും എന്ത്, ഈ ഹോട്ട് സമ്മർ ഡേയ്സ്. അതെന്താണ്, കാരണം എന്താണ്? There was a large banyan tree right in the middle of the village. Okay, ആ ഒരു വില്ലേജിന്റെ നടുവിലായിട്ട് ഒരു ഒരു ബനിയൻ ട്രീ, വലിയൊരു ബനിയൻ ട്രീ ഉണ്ട്. ആൻഡ് ഐ വുഡ് സ്പെൻഡ് മെനി ഹവേഴ്സ് പ്ലേയിങ് അണ്ടർ ഇറ്റ് ഡ്യൂറിങ് മൈ ഹോളിഡേസ്. ഓക്കെ, ഹോളിഡേസ് ആവുന്ന സമയത്ത്, ഹോളിഡേസ് എന്ന് പറയുന്നത് മിക്കവാറും സമ്മർ സമയത്താണല്ലോ നമുക്ക് ഹോളിഡേസ് കിട്ടുന്നത്. ഈ സമയത്തൊക്കെ ഇവര് അതിന്റെ താഴെയായിരുന്നു എന്താ ചെയ്തിരുന്നത്, കൂടുതൽ സമയം കളിക്കാൻ വേണ്ടി സമയം ചെലവഴിച്ചിരുന്നത്. കാരണം എന്താണ്, ദ ട്രീ വാസ് ലൈക്ക് എ മാസീവ് അംബർല. The tree was like a massive umbrella with its branches providing much needed shade and succor. അതായത് ആ ട്രീ എന്ന് പറയുന്നത് വലിയ ട്രീ ആണെന്ന് പറഞ്ഞു. അതെന്ന് പറയുന്നത് ഒരു കുട പോലെ അതിന്റെ ബ്രാഞ്ചസ് ഒക്കെ ആകെ എന്ത് ചെയ്തിട്ടുണ്ട്, തണൽ വിരിച്ചിട്ടുണ്ട്. തണലും സക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പ് എന്നാണ് അർത്ഥം. അതിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് അത് തരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ബനിയൻ ട്രീ വലിയ ബനിയൻ ട്രീ ആണ്. അത് കുട പോലെ ആ ഒരു ചെറിയ വില്ലേജിന്റെ നടുക്കായിട്ട് അത് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന് താഴെയായിട്ടാണ് സുധാമൂർത്തി അവരുടെ ഹോളിഡേയ്സിൽ കൂടുതൽ സമയം കളിക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത്. കാരണം അവിടെ ചൂടുണ്ടാവില്ല, അപ്പൊ അവർക്ക് കളിക്കാൻ എന്തായിരിക്കും കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിരിക്കും. ഇതൊക്കെ ഓർത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് ചൂടുള്ള സമ്മർ ഡേയ്സ് അവരുടെ ലിറ്റിൽ വില്ലേജിലേക്ക് അവരുടെ ചിന്തകൾ പോകുമെന്ന് പറയുന്നത്. ഓക്കെ, travelers spend some time sitting under it and catching their breath before going on their ways. Okay, travelers, അതിലൂടെ കടന്നു പോകുന്ന ട്രാവലേഴ്സ് കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് ചെലവഴിക്കും. ആൻഡ് കാച്ചിങ് ദെയർ ബ്രീത്ത്, അവരുടെ ശ്വസിക്കും എന്നാണ് പറയുന്നത്. ബിഫോർ ഗോയിങ് ഓൺ ദെയർ വേ, അതായത് അവർക്ക് അവിടെ ഇരിക്കുന്നത് ഒരു ആശ്വാസമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ടു മേക്ക് ദം കംഫർട്ടബിൾ, അവരെ ഒന്നുകൂടി കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്തുണ്ട്, there was a ഹൊറിഗല്ലു, ആ മരത്തിന്റെ താഴെയായിട്ട് ഒരു ഹൊറിഗല്ലു ഉണ്ട് under the tree. ഹൊറിഗല്ലു literally means a stone that can be white. ഓക്കെ, അപ്പം ഒരു സ്റ്റോൺ ആണ് ഹൊറിഗല്ലു എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോൺ ആണ്. അതിന് വെയിറ്റ് എന്ത് ചെയ്യാൻ പറ്റും, താങ്ങാൻ പറ്റുന്ന ഒരു കല്ലിനെയാണ് എന്ത് പറയുന്നത്, ഹൊറിഗല്ലു എന്ന് പറയുന്നത്. ഓക്കെ, അത് ഈ വന്നിരിക്കുന്ന യാത്രക്കാരെ കുറച്ചും കൂടി കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് മരത്തിന്റെ താഴെ എന്ത് സ്ഥാനം പിടിച്ചിട്ടുണ്ട്, ഹൊറിഗല്ലു സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഓക്കെ, it was a large stone. Okay, it was a large flat stone placed horizontally over two vertical stones. Okay, രണ്ട് വെർട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റോൺസിന്റെ മുകളിലായിട്ട് ഹൊറിസോണ്ടലി കാണാൻ വരുന്ന ഒരു കല്ലായിട്ടാണ് അത് കാണപ്പെടുന്നത്. അതായത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ രണ്ട് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള രണ്ട് വെർട്ടിക്കൽ ആയിട്ട് വെച്ചിട്ടുള്ള കല്ലിന്റെ മുകളിലായിട്ട് കാണപ്പെടുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കല്ല്. അതാണ് അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, this make this making a stone bench on which
എവ്രി വൺ കുഡ് സിറ്റ് ആൻഡ് റെസ്റ്റ് എ വൈൽ. ഓക്കെ, അത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്റ്റോൺ ബെഞ്ച് ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ മുകളിൽ എല്ലാവർക്കും ഇരിക്കാനും കുറച്ച് സമയം റെസ്റ്റ് എടുക്കാനും പറ്റുന്നുണ്ട്. ചാറ്റ് വിത്ത് ഫെലോ ട്രാവലർ ആൻഡ് എക്സ്ചേഞ്ച് ന്യൂസ് ഓഫ് ദി റോഡ്. അതായത് അവർക്ക് അവിടെ ഇരിക്കുന്ന ട്രാവലേഴ്സിന്, അവിടെ ഒരാൾ മാത്രമല്ല, ഒരുപാട് ട്രാവലേഴ്സ് ഉണ്ടാവും. അതിൽ പോകുന്നവരൊക്കെ അതിൽ ഇരിക്കുന്നുണ്ട്. അവരോടൊക്കെ സംസാരിക്കാനും അവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനും സാധിക്കാറുണ്ട്. എന്താണ്? ഒന്നുകൂടി വായിക്കാം. ഇറ്റ് വാസ് എ ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ പ്ലേസ്ഡ് ഹൊറിസോണ്ടലി over two vertical stones, this making a stone bench on which everyone could sit and rest a while. Okay, എല്ലാവർക്കും അതിലിരിക്കാനും പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? സംസാരിക്കാനും സാധിക്കുന്നുണ്ട്. അവർക്ക് കുറച്ചുകൂടി റിലാക്സ് ആവാനായിട്ട് അവിടെ ഇരുന്നത് സാധിക്കുന്നുണ്ട്. കൂൾ വാട്ടർ Cool water would be kept in earthen pots near the bench, and people could quench their thirst before starting their journey again. Okay, അവർക്ക് അവിടെ വെച്ചിട്ടുള്ള കൂൾ വാട്ടർ എർത്തൻ പോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് പാത്രത്തിൽ വെച്ചിട്ടുള്ള കൂൾ വാട്ടർ അവർക്ക് കുടിക്കാനും, ആ ബെഞ്ചിന്റെ അടുത്ത് അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് കുടിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും കൂടി ഫ്രഷ് ആയിട്ട് അവരുടെ ദാഹമൊക്കെ മാറ്റുന്ന ജേർണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഐ എം ഷുവർ ദാറ്റ് എന്താണ് ഐ എം ഷുവർ സിമിലർ സിമ്പിൾ അറേഞ്ച്മെന്റ് ക്യാൻ ബി ഫൗണ്ട് ഇൻ വില്ലേജ് ഓൾ ഓവർ ദ കൺട്രി. ഓക്കെ, ഈ കൺട്രീൻ്റെ എല്ലാ സ്ഥലങ്ങളിലുമായിട്ട് ഇതുപോലെയുള്ള അറേഞ്ച്മെന്റ്സ് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ശരിയല്ലേ? നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദ ഹൊറിഗലോ ഈസ് ദ ഹൊറിഗലോ ഇൻ അവർ വില്ലേജ് ഹോൾഡ് സ്പെഷ്യൽ മെമ്മറീസ് ഫോർ മീ ആസ് ഇറ്റ്സ് inextricably linked with my grandfather. ഓക്കെ, ഹൊറിഗലോ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് സ്പെഷ്യൽ മെമ്മറീസ് അവർക്ക് തിരിച്ചു കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഇൻഎക്സ്ട്രിക്കബിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ബന്ധം ആ സ്റ്റോൺ ബെഞ്ചും അവരുടെ ഗ്രാൻഡ് ഫാദറും തമ്മിലുണ്ടെന്നാണ് പറയുന്നത്. ഹി വാസ് എ റിട്ടയർഡ് സ്കൂൾ ടീച്ചർ ആൻഡ് വുഡ് സ്പെൻഡ് ഹവേഴ്സ് എവറി ഡേ സിറ്റിംഗ് അണ്ടർ എ ബനിയൻ ട്രീ ആൻഡ് ടോക്കിംഗ് ടു ദോസ് റെസ്റ്റിംഗ് ദെയർ. ഓക്കെ, അവിടെ അവരെന്താണ്, ഒരു റിട്ടയർഡ് ആയിട്ടുള്ള സ്കൂൾ ടീച്ചറാണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ദിവസവും ഒരുപാട് സമയം അതിന്റെ താഴെ ഇരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറ്റുള്ള ആളുകളുമായിട്ട് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഐ വുഡ് ഗെറ്റ് ടയർഡ് ഓഫ് പ്ലേയിങ്. ഐ വുഡ് സിറ്റ് നെക്സ്റ്റ് ടു ഹിം ആൻഡ് ഒബ്സർവ് ദ പീപ്പിൾ ഹി വാസ് സ്പീക്കിംഗ് ടു ആൻഡ് ലിസണിങ് ടു ദെയർ കോൺവെർസേഷൻ. ഞാൻ കളിക്കുന്ന സമയത്ത്, കളിച്ചിട്ട് ടയർഡായിട്ട് വരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ഇരുന്നിട്ട് അദ്ദേഹത്തിന്റെ ചുറ്റും ഇരിക്കുന്ന ആളുകളെയൊക്കെ എന്ത് ചെയ്യും? നിരീക്ഷിക്കും. അവര് സംസാരിക്കുന്നതൊക്കെ കേട്ട് നോക്കും. ചെയ്ത് നോക്കും. ഓക്കെ, most of them were villagers taking a break from their work in the field nearby. Okay, കൂടുതൽ ആൾക്കാരും അവിടെ തന്നെ ഉള്ള വില്ലേജേഴ്സ് ആണ്. അവരെന്താ ചെയ്യുന്നത്? ടേക്കിംഗ് എ ബ്രേക്ക് ഫ്രം ദെയർ വർക്ക് ഇൻ ദ ഫീൽഡ് നിയർ ബൈ. അവർ അതിന്റെ അടുത്ത് തന്നെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന, തോട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ ചെറിയൊരു ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ വന്നിരിക്കുന്നത്. ദേ ഹാഡ് ടു വാക്ക് ലോങ് ഡിസ്റ്റൻസ് ഈച്ച് ഡേ ക്യാരിങ് ഹെവി ബേർഡൻ ഓൺ ദെയർ ഹെഡ്സ്. ഓക്കെ, അവരുടെ തലയിൽ ഒരുപാട് വലിയ ബേർഡൻസ്, കനമൊക്കെ ഏറ്റിയിട്ട് അവർ ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് വാക്ക് ചെയ്യുന്നവരാണ്, നടന്നു പോകുന്നവരാണ്. tired by the heat, tired out by the heat, they would drink the cool water, wash their face with it, and chat with grandfather. Okay. ഈ ചൂടുകാലമാണ്, സമ്മർ ഡേയ്സ് ആണ്. നല്ല ചൂടിന്റെ കാരണം കൊണ്ട് തന്നെ അവർ ഭയങ്കര ടയേർഡാണ്. എന്നിട്ട് എന്ത് ചെയ്യും? കുറച്ച് സമയം ബ്രേക്ക് എടുത്തിട്ട് അവര് അവിടെ വന്നിരിക്കും. എന്നിട്ട് അവിടെയുള്ള കൂൾ വാട്ടർ കുടിച്ച് വെള്ളം കൊണ്ട് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഗ്രാൻഡ് ഫാദറിനോട് കുറച്ച് സംസാരിച്ച് പോകുന്ന സമയത്ത് എന്താ ചെയ്യാ? their conversations would be about their conversation would be about their daily lives and worries. അവരുടെ ജീവിതത്തിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കും അവർ സംസാരിക്കുന്നത്. കൂടുതൽ Master Ji, this summer has been so hot. Master Ji, ഈ സമ്മർ എന്തൊരു ചൂടാണല്ലേ. I have never seen such dry weather. ഇത്രയും ഡ്രൈ ആയിട്ടുള്ള ഒരു വെതർ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഓർ അതല്ലെങ്കിലോ, മാസ്റ്റർ ജി, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു ക്യാരി ദിസ് ലാർജ് ലോഡ്സ് ഓൺ മൈ ഹെഡ്. ഇത്രയും ലാർജ് ആയിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. താങ്ക് ഗോഡ് ഫോർ ദിസ് ഹോറിഗൽ ആയതുകൊണ്ട് എന്തൊരു സമാധാനമാണ്. എന്താണ് ദൈവത്തിന് നന്ദി പറഞ്ഞു ഹോറിഗൽ എന്നതിന്. മൈ സൺ വുഡ് ഹെൽപ്പ്. എന്റെ സൺ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് ഹി ഓൺലി വോണ്ട് ടു ഗോ ടു സിറ്റി. പക്ഷെ അവർക്ക് എന്താണ്, വില്ലേജിലൊന്നും നിൽക്കാൻ താല്പര്യമില്ല. അവർക്ക് എന്താണ്, സിറ്റിയിലൊക്കെ പോയിട്ട് അവിടെ സെറ്റിൽ ആവാനാണ് താല്പര്യം. അവരുടെ ജീവിതത്തിനെ കുറിച്ചിട്ട് പറയാണ്. ഓക്കെ, ഓരോരുത്തരുടെയും ഓരോ രീതിയിലുള്ള സംസാരങ്ങളാണ് കേട്ടോ അവിടെ പറയുന്നത്. ദേ സ്പോക്ക് അബൌട്ട് ദി ഡിഫിക്കൽട്ടി
ഓക്കെ. അവര് അവരുടെ ജീവിതത്തിലെ ഡിഫിക്കൽട്ടീസ് എന്ത് ചെയ്യാണ്, പരസ്പരം സംസാരിക്കുകയാണ്. മൈ ഗ്രാൻഡ് ഫാദർ കുഡ് ഓൺലി ലിസൺ ബട്ട് ജസ്റ്റ് ടോക്കിംഗ് ടു ഹിം സീം ടു റിഫ്രഷ് ദം ഫോർ ദി ജേണി. ഓക്കെ. ഗ്രാൻഡ് ഫാദർ വെറുതെ അവരുടെ സംസാരം കേട്ടിരിക്കുകയാണ് ചെയ്യുന്നതുള്ളൂ. പക്ഷേ അവർ അദ്ദേഹത്തിന്റെ സംസാരം കഴിഞ്ഞ് അവർ അവിടുന്ന് എണീറ്റ് പോകുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് റീഫ്രഷ് ആയതുപോലെ ആർക്ക് തോന്നാറുണ്ട്, ഈ സുധാമൂർത്തിക്ക് തോന്നാറുണ്ട്. ആഫ്റ്റർ സംടൈംസ്, കുറച്ച് സമയം കഴിഞ്ഞിട്ട്, അവിടെ ഇരുന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ദേ വുഡ് പിക്ക് അപ്പ് ദെയർ ബർഡൻ വിത്ത് സം ഈസ് ആൻഡ് ഗോ ഓൺ ദി വേ. ഓക്കെ. കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യും, അവര് അവരുടെ ബേർഡൻസ് തിരിച്ചെടുക്കുന്ന സമയത്ത് അവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അത് എടുക്കാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ആൻഡ് അവരവരുടെ വഴിയിൽ പോവാറുണ്ട്. ദ Virgil was an important figure in their lives, and as a child, I would often not understand why they blessed it so often for being there. ഓക്കെ. എനിക്ക് ഞാൻ ചെറുതായിരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിരുന്നില്ല എന്തിനാണ് അവർ ഒറിഗലിനോട് നന്ദി പറയുന്നത്, ഒറിഗൽ തന്നതിന് എന്തിനാണ് ദൈവത്തിനോട് നന്ദി പറയുന്നത്, അവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഒറിഗൽ ഇത്ര വലിയൊരു ഭാഗമായതെന്നും എനിക്ക് മനസ്സിലാവാറില്ലായിരുന്നു. ആഫ്റ്റർ ഓൾ എത്ര തന്നെ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും ഇറ്റ് വാസ് ഓൺലി എ സ്റ്റോൺ ബെഞ്ച്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതെന്താണ്, ഒരു കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ബെഞ്ച് മാത്രമാണ്. ഇറ്റ് വാസ് മൈ ഗ്രാൻഡ് ഫാദർ ഹു ടോൾഡ് മീ. അപ്പോൾ ഇങ്ങനെ സംശയം വന്നപ്പോൾ സുധാമൂർത്തി എന്ത് ചെയ്തു, ഗ്രാൻഡ് ഫാദറിനോട് ചോദിച്ചു നോക്കി. അപ്പോൾ ഗ്രാൻഡ് ഫാദർ അവർക്ക് തന്ന മറുപടിയാണ് പറയുന്നത്. എന്താണ്? ചൈൽഡ്, എ ഹൊറിഗല്ലോ ഈസ് എസെൻഷ്യൽ ഇൻ എനി ജേർണി. ഏതൊരു യാത്രയിലും ഒരു ഹൊറിഗല്ലോ എന്ന് പറയുന്നത് എന്താണ്, വളരെ എസെൻഷ്യൽ ആണ്, വളരെ നിർബന്ധമുള്ള കാര്യമാണ്. എന്താണ്, വളരെ നിർബന്ധമുള്ള കാര്യമാണ്. വി ഓൾ ക്യാരി എ ബർഡൻ അക്കോർഡിംഗ് ടു അവർ സിറ്റുവേഷൻസ് ആൻഡ് കാറ്റഗറീസ്. നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോരോ ഭാരങ്ങൾ നമ്മുടെ തലയിൽ ചുമക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു അവർ സിറ്റുവേഷൻസ് ആൻഡ് കപ്പാസിറ്റീസ്, നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച്, നമ്മുടെ ജീവിത രീതികളൊക്കെ അനുസരിച്ച് നമ്മൾ ഒരുപാട് നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്. But every once in a while we need to stop, put down that burden and rest. ഇനി ഓരോ സമയത്തും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, നമ്മളത് തൽക്കാലത്തിനൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് സമയം ആ ബേർഡൻ ഒന്ന് താഴ്ത്തിറക്കി വെച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുക്കേണ്ട ആവശ്യം എന്തുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഓൺലി ദെൻ വി ക്യാൻ ഓൺലി ദെൻ ക്യാൻ വി ബി refreshed to pick up the Lord once more. ഓക്കെ. എന്നാൽ മാത്രമേ ഒരു പ്രാവശ്യം കൂടെ ബേർഡൻ എടുത്ത് തലയിൽ വെക്കാൻ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന പോലെ പണിയെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും ഒരു ഉഷാറുണ്ടാവില്ല. പകരം കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം, എന്നാലേ നമുക്ക് പിന്നെയും ആ ഒരു ബേർഡൻ കുറച്ചുകൂടി ഈസി ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് അത് പറയുന്നത്. ഗ്രാൻഡ് ഫാദർ പറയുന്നത് ശരിയല്ലേ? അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ സ്കൂളിൽ ലീവ് വരുന്നത് അല്ലേ. എല്ലാ ദിവസവും ഇങ്ങനെ സ്കൂളിൽ വരിക, പഠിക്കുക, അങ്ങനെ ആയാലും ഭയങ്കര ബോറടിക്കും. ഒരു ദിവസം ഞായറാഴ്ച ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ലീവ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ദിവസം കൂട്ടുകാരൊപ്പം കളിക്കാൻ പോകും, വീട്ടുകാരൊപ്പം ട്രിപ്പിന് പോകും അല്ലെ. അത് എന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര റിലാക്സേഷൻ ആണ്. ഓക്കെ. ഹൊറിഗല്ലോ ഗിവ്സ് എവരിവൺ ദാസ് ഓപ്പർച്യൂണിറ്റി ടു ഡു സോ. ഓക്കെ. ഹൊറിഗല്ലോ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കൊടുക്കുകയാണ്. ഇറ്റ് ഹെൽപ്പ് പീപ്പിൾ റീഗെയിൻ ദെയർ സ്ട്രെങ്ത്. ഇത് ജനങ്ങൾക്ക് അവരുടെ സ്ട്രെങ്ത്, അവരുടെ ശക്തി റീഗെയിൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. ലേറ്റർ ഓൺ ഇൻ ലൈഫ്, ഓക്കെ, ജീവിതം ഇങ്ങനെ പോകുന്ന സമയത്ത് ഐ ഗോ ടു സീ സംതിങ് ദാറ്റ് റിമൈൻഡഡ് മീ ഓഫ് ദാറ്റ് സ്റ്റോൺ ബെഞ്ച് വൺസ് അഗെയിൻ. ഈ സ്റ്റോൺ ബെഞ്ചിനെ വീണ്ടും ഓർത്തെടുക്കാൻ പാകത്തിന് ഒരു സംഭവം ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടു. ജീവിച്ചിങ്ങനെ ഈ ജീവിതത്തിന്റെ യാത്രയുടെ ഇടയിൽ ഈ ഒരു സാധനത്തിന്, ഈ ഒരു സ്റ്റോൺ ബെഞ്ചിനെ എന്റെ മനസ്സിലേക്ക് തിരിച്ചുകൊണ്ടിരുന്ന രൂപത്തിൽ ഞാനൊരു കാര്യം കണ്ടു. എന്താണ്, ഐ വാസ് വർക്കിംഗ് ഇൻ ബോംബെ. ഓക്കെ. അവർ വർക്ക് ചെയ്തിരുന്നത് ബോംബെയിലായിരുന്നു. വൺ ഓഫ് മൈ കൊളീഗ് രത്ന വാസ് എ സീനിയർ ക്ലർക്ക്, മിഡിൽ ഏജ്ഡ് ആൻഡ് ഓൾവേസ് മൈൻഡ്. അവർക്കൊരു സീനിയർ അവരുടെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു. അവരെന്താണ്, ആ കമ്പനിയിലെ സീനിയർ ക്ലർക്ക് ആയിരുന്നു. ആൻഡ് അവരെന്താണ്, എപ്പോഴും ചിരിച്ച മുഖത്തോടെയാണ് അവരെ കാണപ്പെടുന്നത്. ഷീ ഹാഡ് ഡൺ ഹർ ഗ്രാജുവേഷൻ ആൻഡ് ബീൻ വർക്കിംഗ് ഇൻ എ കമ്പനി ഫോർ നിയർലി 25 years. ഓക്കെ. അവരെന്താണ്, അവരുടെ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 25 വർഷത്തോളമായിട്ട് ആ കമ്പനിയിൽ വർക്ക് ചെയ്യണം. ഷീ വെൻ അബൌട്ട് ഹർ റിപ്പിറ്റേറ്റീവ് മൺഡെയിൻ വർക്ക് വിത്ത് ആൻ ഇൻഫെക്ഷസ് ചിയർഫുൾനെസ്. അതായത് അവർ എന്താണ് ചെയ്യുന്നത്, റിപ്പീറ്റേറ്റീവ് ആയിട്ട് 25 കൊല്ലമായിട്ട് ഒരേ ജോലി തന്നെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചെയ്യാണ്. മൺഡെയിൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ബോറടിപ്പിക്കുന്ന ഡള്ളായിട്ടുള്ള വർക്ക് എന്നാണ് അർത്ഥം. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് എന്താണ്, ഇൻഫെക്ഷസ് ചിയർഫുൾനെസ്, വിത്ത് ആൻ ഇൻഫെക്ഷസ് ചിയർഫുൾനെസ്. ഇൻഫെക്ഷസ് ചിയർഫുൾനെസ് എന്ന് പറഞ്ഞാൽ, ഇൻഫെക്ഷസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫെക്ഷൻ പകരുന്ന പറയുന്നത്, പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ ഇൻഫെക്ഷസ് എന്ന് പറയുന്നത്. അപ്പോൾ ചിയർഫുൾനെസ് എന്ന് പറഞ്ഞാൽ സന്തോഷം പകരുന്ന ഒരു രീതിയാണ് അവരുടെ നിന്നാണ് പറയുന്നത്. ഓക്കെ. ഇപ്പോഴും ചിരിച്ച മുഖത്തോടാണ് കാണപ്പെടുന്നത്. ഇത്രയും 25 വർഷം റിപ്പീറ്റഡ് ആയിട്ടുള്ള
ഒരു ജോലി ചെയ്ത ഒരു എന്താണ് ഒരു അനിഷ്ടവും അവരുടെ മുഖത്ത് കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എവറി ഡേ ഡ്യൂറിങ് ദ ലഞ്ച് ഹവർ, ഓക്കെ, ലഞ്ച് ഹവർ ആകുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത്, ഷീ വുഡ് സിറ്റ് വിത്ത് സം പേഴ്സൺ ഇൻ വൺ ഓഫ് ദ റൂം ആൻഡ് ദേ വുഡ് ഹാവ് ലോങ് ചാറ്റ്സ്. ഓക്കെ, എന്ത് ചെയ്യും, ഉച്ചയാവുന്ന സമയത്ത്, നമ്മൾ ലഞ്ച് കഴിക്കുന്ന സമയത്ത് അവർ ഏതെങ്കിലും ഒരാളെ കൊണ്ട്, ഏതെങ്കിലും ഒരു പേഴ്സണുമായിട്ട് റൂമിൽ ചെന്നിരിക്കുന്നുണ്ടാവും. എന്നിട്ട് അവരുമായിട്ട് ഭയങ്കരമായിട്ട് ഒരു ലോങ് ചാറ്റ് ഉണ്ടാവും. അവരുമായിട്ട് കുറേ സമയം സംസാരിച്ചിരിക്കുന്ന കാണാം. I would often wonder what they talked about. Okay, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. എന്താണ് എല്ലാ ദിവസവും ഇങ്ങനെ ആൾക്കാരോട് ഇവർ സംസാരിക്കുന്നത്. വൺ ഡേ ഒരു ദിവസം ഐ ഫൈനലി ആസ്ക്ഡ് ഹർ, ഞാൻ എന്ത് ചെയ്തു, അവരോട് ചോദിച്ചു, രത്ന, why do you talk with each person for the whole lunch hour? ഓക്കെ, ഈ ലഞ്ച് ഹവറിനുള്ളിൽ നീ എന്താണ് ഒരാളോട് ഇങ്ങനെ ഇത്രയധികം സംസാരിക്കുന്നത്? അപ്പൊ രത്ന സ്മൈൽ ചെയ്തിട്ട് പറയാണ്, ഓക്കെ, ചിരിച്ചിട്ട് സിംഗിൾ ആയിട്ട് പറയാണ്, ദേ ഷെയർ ട്രബിൾസ് വിത്ത് മീ. അവരെന്ത് ചെയ്യാണ്, അവരുടെ ട്രബിൾ ഞാനായിട്ട് ഷെയർ ചെയ്യാണെന്ന് പറയാണ്. ഓക്കെ, but how can we but how can you solve their problem of so many people? ഇത്രയും ആൾക്കാരുടെ പ്രോബ്ലംസ് നിനക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുന്നത്? യു ആൾവേസ് ഹാവ് ആൻ ആൻസർ ഫോർ ദം. നിന്റെ കയ്യിൽ എപ്പോഴും അവർക്കുള്ള ആൻസർ ഉണ്ടോ? ഒരു സംശയം ചോദിക്കുകയാണ്. അപ്പോ രത്ന പറയാണ്, നോ, ഐ ഓൺലി ലിസൺസ്. ഇല്ല, ഞാൻ ജസ്റ്റ് അവരെ കേക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. ആൻഡ് സുധാമർ ചോദിക്കുകയാണ്, ആൻഡ് ദാറ്റ് ഇസ് എനഫ്, അത് മതിയാവോ? ദാറ്റ് സോൾവ് ദ പ്രോബ്ലം? ആ കേട്ടിരുന്നാൽ അവരുടെ എന്താ പ്രോബ്ലംസ് എന്തായോ സോൾവ് ആകുമെന്നാണ് ചോദിക്കുന്നത്. ഐ വാസ് യങ് ആൻഡ് ഇൻക്രെഡിബിളസ് അറ്റ് സച്ച് എ സിംപ്ലിസ്റ്റിക് ഔട്ട്ലുക്ക്. ഓക്കെ, ആ സമയത്ത് രത്ന ചെറുതായി അവരെക്കാളും ചെറുതായിട്ട് ഒരു കുട്ടിയുടെ ഒരു മനോഭാവത്തോട് കൂടിയിട്ട്, സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു മനോഭാവത്തോട് കൂടിയിട്ട് ചോദിക്കുകയാണ്. ഇൻക്രെഡുലസ് എന്ന് പറഞ്ഞാൽ അൺഎബിൾ ടു ബിലീവ് സംതിങ്, അതായത് വിശ്വസിക്കാനൊരു ബുദ്ധിമുട്ട്. എന്താണ്, ജസ്റ്റ് ഇങ്ങനെ കേട്ടിരുന്നത് കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ആകുമോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റൂല എന്നൊക്കെ പറയാം നമ്മൾ, അങ്ങനെ തോന്നാണ്. ഓക്കെ, ബട്ട് രത്ന ആൻസർ വിത്ത് ദ സെയിം പേഷ്യൻസ് ആൻഡ് അഫെക്ഷൻ ദാറ്റ് ഷീ മസ്റ്റ് ഹാവ് യൂസ്ഡ് വിത്ത് ഓൾ മൈ കൊളീഗ്സ്. എല്ലാ കൊളീഗ്സിനോടും തിരിച്ച് പേഷ്യൻസോട് സംസാരിക്കുന്നത് പോലെ രത്നയോട് സംസാരിക്കാൻ. I'm not a trained counselor or an intellectual or an ഇന്റലക്ച്വൽ, അതായത് ഞാൻ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള കൗൺസിലറോ അല്ലെങ്കിൽ ഒരു ബുദ്ധിജീവി ഒന്നല്ല. ക്യാൻ സോൾവ് യുവർ പ്രോബ്ലം. നിങ്ങളുടെ പ്രശ്നങ്ങൾ വേറൊരാൾക്കും സോൾവ് ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു ഡു ഇറ്റ് യുവർ സെൽഫ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ കൊണ്ട് മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഹൗ ഡു യു ഹെൽപ്പ് ദം വിത്ത് ലിസണിങ് ടു ദം? പിന്നെ എന്താണ് നിങ്ങൾ എന്ത് ഹെൽപ്പാണ് നിങ്ങൾ അവർക്ക് ചെയ്യുന്നത്? ത്രൂ ലിസണിങ് ടു ദം. അവരെ വെറും കേൾവി മാത്രം ചെയ്തുകൊണ്ട് എന്ത് ഹെൽപ്പാണ് നിങ്ങൾ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഗോഡ് ഹാസ് ഗിവൺ മീ 2 years ടു ലിസൺ ടു അതേഴ്സ്. ഓക്കെ, എനിക്ക് ദൈവം 2 ചെവികൾ തന്നിട്ടുണ്ട് മറ്റുള്ളവരെ കേൾക്കാൻ വേണ്ടിയിട്ട്. ഐ ഹാവ് ഐ ഹിയർ ദം ഔട്ട് വിത്ത് സിമ്പതി ആൻഡ് വിതൗട്ട് എനി ജഡ്ജ്മെന്റ്. ഞാൻ എന്ത് ചെയ്യും, അവരെ സിമ്പതിയോട് കൂടിയിട്ട് അവരെ കേൾക്കും, വിതൗട്ട് എനി ജഡ്ജ്മെന്റ്. എന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യില്ല, ഞാൻ അവരെ ജഡ്ജ് ചെയ്യില്ല. ബട്ട് പേഴ്സൺ or under a lot of strain finds an outlet for his worries. It relieves his burden. അതായത് ഒരു പേഴ്സൺ ഒരുപാട് സ്ട്രെസ് ഒക്കെ കൊണ്ട് നടക്കുന്ന, ട്രബിൾസ്, ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു പേഴ്സണ് അവരുടെ മനസ്സിലുള്ള വെറീസ് ഒരാളോട് ഷെയർ ചെയ്യാനുള്ള വഴി കണ്ടെത്തുന്ന സമയത്ത്, ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിങ് അല്ലെങ്കിൽ ഒരു വഴി എന്നൊക്കെ കണ്ടെത്തുന്ന സമയത്ത് അത് അവരുടെ ബർഡൻ പകുതിയായിട്ട് കുറക്കുമെന്നാണ് പറയുന്നത്. ഐ തോട്ട് ഫോർ സം ടൈംസ്, ഞാൻ കുറച്ച് സമയം ചോദിച്ചു, എന്താ ചോദിച്ചത്, ബട്ട് don't you ever break the confidence and tell others the secret to hear even by mistake? നിങ്ങൾ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, എന്താ, നിങ്ങൾ ആരോടും പറയൂല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവരുടെ എല്ലാ പ്രശ്നങ്ങളും ഇവരോട് വെച്ച് വന്ന് പറയുന്നത്. ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഇവരോട് വന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇവര് അത് ആരോടും ഷെയർ ചെയ്യില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് കൊണ്ടാണ്. രത്ന ആരോടും പറയില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എങ്ങാനും അറിയാതെ നിങ്ങളുടെ വായിൽ നിന്നത് വേറൊരാളിലേക്ക് എത്തിക്കഴിഞ്ഞാലോ, ഇപ്പൊ എന്താ ചെയ്യാന്ന്, ഇപ്പൊ എന്താ സംഭവിക്കാന്ന് ചോദിക്കാണ്. അപ്പോ രത്ന പറയാണ്, നോട്ട് ഈവൻ മൈ ഡ്രീംസ്. ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും അങ്ങനെ ചെയ്യില്ല. ഐ കൺസിഡർ ദാറ്റ് ടു ബി ദ വേഴ്സ്റ്റ് കൈൻഡ് ഓഫ് ബിട്രയൽ. ബിട്രയൽ എന്ന് പറഞ്ഞാൽ ചതി എന്നൊക്കെയാണ്, ചതി വഞ്ചന എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഓക്കെ, എന്താണ് പറയുന്നത്, ഐ കൺസിഡർ ദാറ്റ് ടു ബി ദ വേഴ്സ്റ്റ് കൈൻഡ് ഓഫ് ബിട്രയൽ. ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും വലിയ ചതി എന്ന് പറയുന്നത് എന്താണ്, അതാണ് മറ്റുള്ളവരുടെ ഒരു ചെയ്യുന്ന വിശ്വാസ വഞ്ചനയാണ്. I don't think there is a great sin that betrayal someone's confidence. ഒരാളുടെ കോൺഫിഡൻസിനെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള ചതി, അതിലും വലുതായിട്ടുള്ള ഒരു തെറ്റ്, എന്ന് പറഞ്ഞ തെറ്റ് ഞാൻ എന്റെ ജീവിതത്തിൽ കൺസിഡർ ചെയ്യുന്നില്ല എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ അവരുടെ മനസ്സിൽ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് മറ്റൊരാളുടെ കോൺഫിഡൻസ് ബ്രേക്ക് ചെയ്യലാണ്. ഓക്കെ, they tell me their worries because they know I will never talk about it
or gossips. I will never talk about it or gossip about it to another person. ഞാൻ വേറൊരാളോട് മൂന്നാമതൊരാളോട് ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് സംസാരിക്കുകയോ ഗോസിപ്പ് പറയുകയോ ഇല്ല എന്നുള്ള അവരുടെ വിശ്വാസത്തിന്റെ പുറത്താണ് അവർ എൻ്റെ അടുത്ത് അവരുടെ റീൽസ് ഒക്കെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, only when they only know their words are secure with me can they talk to me freely. ഓക്കെ, അവരുടെ വേർഡ്സ് എൻ്റെ അടുത്ത് സെക്യൂർ ആണെന്ന് തോന്നുമ്പോൾ മാത്രമേ അവർക്ക് ഫ്രീ ആയിട്ട് എന്നോട് സംസാരിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. This way I will relieve the burden for a short while till they are ready to pick themselves up and and carry on with their journey. എന്താണ് പറയുന്നത്? ഇങ്ങനെ അവർ ബേർഡൻസ് എന്നോട് ഷെയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് കുറച്ച് സമയത്തേക്കെങ്കിലും എന്ത് ചെയ്യാണ്, ഒരു റിലീഫ് ആയിട്ട് ഒരു കുറച്ച് സമാധാനം ഫീൽ ചെയ്യും. ആൻഡ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ വെറീസിനെ അവരുടേതായിട്ടുള്ള രീതിയിൽ തന്നെ ക്യാരി ചെയ്തിട്ട് അവർക്ക് സ്വയം എടുത്തിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ അവരുടെ ജേർണി കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. അവരുടെ ഒരു ടയർഡ്നെസ് എന്താകും, ഇല്ലാതാകും എന്ന സമയം സംസാരിക്കുന്ന സമയത്തൊന്നാണ് പറഞ്ഞിരുന്നത്. ഹർ വേർഡ്സ് uncannily echoed my grandfather's sitting on the stone bench under the banyan tree. അവരുടെ വേർഡ്സ് അൺകാനിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രേഞ്ച്ലി എന്നൊക്കെ അർത്ഥം. സ്ട്രേഞ്ച്ലി കോഡ് എന്ന് പറഞ്ഞാൽ മുഴങ്ങുക. ഓക്കെ, അവരുടെ വേർഡ്സ് എന്നോട് പണ്ട് ഗ്രാൻഡ് ഫാദർ പറഞ്ഞിട്ടുള്ള കാര്യമായിട്ട് ഭയങ്കര ഒരു ബന്ധമുണ്ടെന്ന് അവർക്ക് തോന്നുകയാണ്. perhaps in their own small ways. Without access to great wealth, both these peoples were doing tremendous social service. അതായത് ഇൻ ദ സ്മോൾ വേസ്. ഓക്കെ, അവരുടേതായിട്ടുള്ള ചെറിയൊരു വഴിയിൽ ഒരു പ്രത്യേകിച്ച് ഒരു ഗുണവും പ്രതീക്ഷിക്കാതെ അവർ മറ്റുള്ള പീപ്പിൾസിന് വേണ്ടിയിട്ട് ഒരു സോഷ്യൽ സർവീസ് ചെയ്യാണ്. ട്രമൻഡസ് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ, ട്രമൻഡസ് എന്ന് പറഞ്ഞാൽ ബിഗ്. ഓക്കെ, വലിയൊരു സോഷ്യൽ സർവീസ് ആണ് അവർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. നോ വൺ തോട്ട് ഓഫ് അക്നോളജിങ് ദെയർ വർക്ക് ഓർ റിവാർഡിങ് ദം ഫോർ ഇറ്റ്. ഓക്കെ, ഒരാൾക്കാരും ചിന്തിക്കുന്ന പോലും ഇല്ല എന്ത് അക്നോളജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ, അവരെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു സമ്മാനം കൊടുക്കാനോ ഒന്നും ആരും ചിന്തിക്കുന്ന പോലുമില്ല. എന്നിട്ടും ബട്ട് ദേ കണ്ടിന്യൂ ടു ഡു സോ. എന്നിട്ടും എന്തെയാണ് അവരത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആസ് ദിസ് ആക്ട് ഓഫ് കൈൻഡ്നസ് ഗേവ് ദം ജോയ്. ഈ ഒരു തരത്തിലുള്ള അവരുടെ ഒരു കൈൻഡ്നസ് അത് അവർക്ക് സന്തോഷം കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് എവർ നൗ ഐ ഹാപ്പൻ ടു പാസ് എ ഹൊറിഗൽ ഇൻ എ വില്ലേജ്. ഏതെങ്കിലും ഒരു വില്ലേജിലൂടെ ഞാൻ പാസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു ഹൊറിഗൽ കാണുകയാണെങ്കിൽ ഐ റിമെമ്പർ ദം, ഞാൻ അവരെ ഓർക്കാറുണ്ട്. ആൻഡ് ഐ വിഷ് എന്താണ് വിഷ് there were many more of them in the world. ഓക്കെ, അതുപോലത്തെ ഒരുപാട് ആൾക്കാർ ഈ ഒരു ലോകത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ ഒരു ഏതെങ്കിലും ഒരു വില്ലേജിലൂടെ പോകുന്ന സമയത്ത് ഒരു ഹൊറിഗിൽ കാണാൻ ഇടവരികയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാറുണ്ട്, ഇവരെ ഓർക്കാറുണ്ട്. അതേപോലെ തന്നെ ഇവരെ പോലെ ഇനിയും ആൾക്കാർ ഉണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് എന്ന് പറഞ്ഞ ചെറിയൊരു സ്റ്റോറിയാണ്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഒന്നാമത്തത് എന്ന് പറയുന്നത്, ഗ്രാൻഡ് ഫാദറിന് രത്നം ചെയ്യുന്നത് സോഷ്യൽ വർക്ക് സർവീസ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ തന്നെയാണോ, അത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ് ചോദിക്കുന്നത്. അതിനൊരു ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് വായിച്ചു നോക്കാം. അതായത് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒന്നും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ പഠിച്ചിട്ട് എഴുതുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നോട്ടിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതിനൊരു റെഫറൻസ് മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ നിങ്ങളത് വായിച്ചാൽ മതി. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മുടെ നൊമിത ഉണ്ടല്ലോ, അതായത് നമ്മുടെ മാച്ച് ബോക്സിലെ നൊമിതക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ. അവരുടെ ഹസ്ബൻഡായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർക്ക് സ്വയം പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നൊമിത എന്ന് പറയുന്നത്. പക്ഷെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറാണ് താനും. അപ്പോൾ അവരുടെ ഭർത്താവിന്റെ മോശമായിട്ടുള്ള സ്വഭാവം, അവരോടുള്ള എന്താ പറയാ ഒരു പുച്ഛഭാവമാണ് ആർക്കുള്ളത്, നൊമിതയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള അജിത്തിനുള്ളത്. അപ്പൊ ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങളും നൊമിത അജിത്തുമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ ഷെയർ ചെയ്യാൻ, രത്നയുമായിട്ട് ഷെയർ ചെയ്യാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അവരുടെ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ആ കോൺവെർസേഷൻ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വായിച്ചു നോക്കാം. വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ മാറ്റം വരുത്താൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ പിന്നെ വരുന്നത് സുധാമൂർത്തി രത്നേനെ അവരുടെ ഓഫീസിലേക്ക് വിളിച്ചിട്ട്, സുധാമൂർത്തിയുടെ പുതിയ ഓഫീസിലേക്ക് രത്നനെ വിളിച്ചിട്ട് അവര് സുധാമൂർത്തിയുടെ പുതിയ സ്റ്റാഫ്സുമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഇവന്റ് ആണ്. അപ്പോൾ അതിന്റെ ഒരു സ്പീച്ചാണ്, അതും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത് തന്നെയാണ്. പിന്നെ ഉള്ളതിനെ കുറിച്ചിട്ടും അതിനെ കുറിച്ചിട്ടുള്ള എന്ത് ചോദിക്കാം, ക്യാരക്ടർ സ്കെച്ച് ഒക്കെ ചോദിക്കാം. അപ്പൊ പാഠം നന്നായിട്ട് വായിച്ചാൽ തന്നെ അവരുടെ ഏകദേശം സ്വഭാവമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. ഈ ചാപ്റ്റർ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, ചെറിയൊരു ചാപ്റ്റർ ആണ്. എന്ത് ചെയ്യാം, എല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് നന്നായിട്ട് പരീക്ഷ എഴുതാം കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.